നവമിയിലേക്ക് എത്താൻ SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ശിവപ്രസാദ്, കഴിഞ്ഞ ദിവസം തന്നെ SFI ഈ കളമശ്ശേരിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. ഇത്തരം വിദ്യാർത്ഥികളെ മാറ്റി നിർത്തുക, അതായത് ഇവർ ചെയ്ത പ്രവൃത്തി തെറ്റായിപ്പോയി എന്നതിനപ്പുറത്ത് വളരെ കൃത്യമായി അവരെ മാറ്റി നിർത്തുക, അതോടൊപ്പം തന്നെ ഈ ലഹരിക്കെതിരായ ക്യാമ്പയിനിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമല്ലോ. അവർ കൂടുതൽ സജീവമായാൽ, അവരുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികളെ വളരെ കൃത്യമായി ബോധവൽക്കരിച്ചാൽ, ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് സംഘടനാപരമായി റിപ്പോർട്ട് ചെയ്താൽ, അങ്ങനെയൊക്കെയുള്ള നിരവധിയായ സാധ്യതകൾ ഉണ്ട്. ഏറ്റവും സജീവമായി ഇടപെടേണ്ട ഒരു സമയമല്ലേ ഇത്? അത്തരത്തിലുള്ള ഒരു ഇടപെടൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI നടത്തുമോ? തീർച്ചയായും ഇത് ഈ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയാണ്. നമ്മൾ സ്വാഭാവികമായി ഇപ്പോൾ കുറെ സംഭവങ്ങൾ ഉണ്ടായ ഘട്ടത്തിലാണ് പൊതുസമൂഹവും നിങ്ങളും മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ലഹരിയെ സംബന്ധിച്ചൊരു പുതിയ വലിയ ചർച്ചാവലി തുറന്നത്. പക്ഷേ അതിനെല്ലാം മുമ്പ് തന്നെ ഇതിനെ സംബന്ധിച്ച് വളരെ ജാഗ്രതയോടുകൂടി ചർച്ച ചെയ്യുകയും ഇത്തരം ആളുകൾ സംഘടനയിലേക്ക് കടന്നുകൂടുന്നില്ലെന്നും സംഘടനയിൽ ഉൾപ്പെട്ട ആരെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ പെടുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് കൃത്യമായ പരിശോധനയും ജാഗ്രതയും എല്ലാ കാലഘട്ടത്തിലും നടത്തിയിട്ടുള്ളതും, അങ്ങനെ ആരെങ്കിലും ഒരാൾ വഴിതെറ്റിപ്പോയാൽ ആ വഴിതെറ്റി പോകുന്ന ആളെ തിരുത്തുന്നതിനും തിരുത്താൻ തയ്യാറാവാത്തവരെ പുറത്താക്കുന്നതിനും എല്ലാ കാലഘട്ടത്തിലും തയ്യാറായിട്ടുള്ള സംഘടനയാണ് SFI. നിങ്ങൾ ഈ സംഘടനയുടെ ചരിത്രം ഓരോ ഘട്ടത്തിലും പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോഴാണ് കേരളത്തിൽ വലിയ നിലയിൽ ഇപ്പോൾ ലഹരിയെ സംബന്ധിച്ചും ലഹരി ഉപയോഗത്തെ സംബന്ധിച്ചും ക്യാമ്പസുകളിലേക്ക് ലഹരി മാഫിയ പിടിമുറുക്കുന്നതിനെ സംബന്ധിച്ചും എല്ലാം വലിയ ചർച്ചകൾ കേരള സമൂഹത്തിൽ നടക്കുന്നു. ആ ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രവർത്തനങ്ങളിൽ വളരെ ജാഗ്രതയോടെ ഇടപെട്ടവരാണ് ഞങ്ങൾ. ഇപ്പോൾ കുറേയേറെ കേസുകൾ അടുപ്പിച്ച് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന്, പൊതുസമൂഹത്തിൽ നിന്ന്, കുട്ടികൾക്കിടയിൽ, സ്കൂളുകളിൽ നിന്നെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ, ആ ഒരു സാഹചര്യത്തിൽ കുറെ കൂടി ജാഗ്രതയോടുകൂടി ഈ പ്രവർത്തനങ്ങൾ തുടരാൻ തന്നെയാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. അതിനകത്ത് ഉണ്ടാവുന്ന ഇത്തരം വാർത്തകളെ വളരെ ജാഗ്രതയോടുകൂടി കണ്ട് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് ഈ വിപത്തിനെ ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരുമായി കൂടിച്ചേർന്ന് ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതിനകത്ത് സ്വാഭാവികമായി വിദ്യാർത്ഥികൾക്കിടയിലേക്ക് വലിയ തോതിൽ ഇത് ഇപ്പോൾ ഈ ഘട്ടത്തിനകത്ത് കടന്നു വരുന്നുണ്ടെന്നുള്ള വാർത്തകൾ ശരിയാണ്. അപ്പൊ അതിന്റെ സോഴ്സുകൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആ സോഴ്സുകൾ ബ്രേക്ക് ചെയ്യുന്നതിന് നല്ല ജാഗ്രതയോട് നമ്മുടെ സ്റ്റാഫുകളോട് കൃത്യമായ നിർദ്ദേശം ഞങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാ ക്യാമ്പസുകൾക്കകത്തും വളരെ ജാഗ്രതയോടുകൂടി SFI സ്റ്റാഫുകൾ ഉണ്ടാകണമെന്നും ഈ ലഹരി മാഫിയയുടെ ഭാഗമായി ക്യാമ്പസിനകത്തേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നവരെ, ഇത്തരം കാര്യങ്ങൾ സപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നവരെ എല്ലാം ബോധപൂർവം കൃത്യമായി മനസ്സിലാക്കി അത് കൃത്യമായ വിവരം അതുമായി ബന്ധപ്പെട്ട ഏജൻസികൾക്ക് നൽകണം, എക്സൈസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് നൽകണം. കൃത്യമായ നിർദ്ദേശം ഞങ്ങൾ എല്ലാ ക്യാമ്പസുകൾക്കും വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഒരുമിച്ച് ചേർന്നുള്ള പോരാട്ടമാണ് ഇവിടെ ആവശ്യം. ആ പോരാട്ടത്തിൽ ഞങ്ങൾ മുൻപന്തിയിലുണ്ടാവും എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം. അതേ നിലയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. തീർച്ചയായും ശ്രീ ശിവപ്രസാദ്, ഇതിലിപ്പോൾ ഈ കളമശ്ശേരിയിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ യൂണിയൻ ഭാരവാഹി അടക്കമുള്ളവർ ആണ് പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ സംഘടനാ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും നേരത്തെ തന്നെയൊക്കെ SFIയെ പോലുള്ള ഒരു സംവിധാനത്തിന് അറിയാൻ സാധിക്കേണ്ടതല്ലേ? വളരെ കൃത്യമായി വിദ്യാർത്ഥി സംഘടനയിൽ പോലും ഒരു ശുദ്ധീകരണമില്ല എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കാരണം ഒരു സംഘടനാ സംവിധാനത്തിൽ നിൽക്കുന്നു, അവിടെ ഒരു യൂണിയൻ ഭാരവാഹി തന്നെ ഇതിൻ്റെ ഭാഗമാകുന്നുവെങ്കിൽ ആ സംഘടനയിൽപ്പെട്ട ആരിൽ നിന്നെങ്കിലും ഇത്തരം വിവരങ്ങൾ പുറത്തറിയേണ്ടതല്ലേ? അല്ല, സ്വാഭാവികമായി വിവരം എവിടെ നിന്നാണ് കിട്ടിയെന്ന് പോലീസാണ് കുറെ കൂടി ആധികാരികമായി പറയേണ്ടത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായ പരാതികൾ കോളേജിൽ നിന്ന് ഉൾപ്പെടെ പോയതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇന്നലെ റെയ്ഡ് നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അത് പോലീസാണ് അതിന്റെ സോഴ്സ് ഒരു വ്യക്തമാക്കാറില്ലെങ്കിൽ പോലും അത് പ്രതികരിക്കേണ്ടത് പോലീസ്. അല്ല, കോളേജിലെ പ്രിൻസിപ്പൽ ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയ വിവരം അദ്ദേഹം തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചത് അതല്ല ശിവപ്രസാദ്, അതായത് കോളേജിന്റെ പ്രിൻസിപ്പലിന്റെ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അതായത് കോളേജ് യൂണിയൻ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കോളേജ് അധികാരികൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് പ്രിൻസിപ്പൽ ഇന്നലെ പറഞ്ഞിരുന്നു. നമ്മൾ കേട്ടു. തീർച്ചയായും എന്റെ സംശയം അതല്ല ശിവപ്രസാദ്, എന്റെ ചോദ്യം താങ്കൾ മനസ്സിലാക്കുക. അതായത് ഇതിലിപ്പോൾ SFIയുടെ യൂണിയൻ ഭാരവാഹി കൂടി പ്രതിപട്ടികയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെ ഒരു സംഘടനാ സംവിധാനത്തിലെ ഒരു സാധാരണ SFIക്കാരൻ, അല്ലെങ്കിൽ SFIയിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്, പക്ഷേ ഒരു സംഘടനാ ചുമതലയോ അല്ലെങ്കിൽ ഒരു യൂണിയൻ ഭാരവാഹിയോ ഒക്കെ ഇത്തരത്തിൽ പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ സ്വാഭാവികമായി മറ്റു വിദ്യാർത്ഥികൾക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ. അത് സംഘടന അറിയാതെ പോകുന്നു, അതെങ്ങനെയെന്ന് പരിശോധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിനകത്ത് ഞങ്ങൾ അതിനെ കാണുന്നത്
സ്വാഭാവികമായി ഇപ്പോ യൂണിയൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഇതിനകത്ത് ഒരു കേസിനകത്ത് രണ്ടാമത് രജിസ്റ്റർ ചെയ്യപ്പെട്ട എഫ്ഐആറിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ കുട്ടിയോട് ഞങ്ങൾ ഇന്നലെ തന്നെ സംസാരിച്ചു. ഈ വാർത്തകളാകെ പുറത്തു വരുന്ന ഘട്ടത്തിൽ തന്നെ ഇന്നലെ വാർത്തകളുടെ ഒരു ഭീകരത കണ്ടപ്പോ ഞങ്ങൾ സ്വാഭാവികമായി വിചാരിച്ചിരുന്നത് ഈ കുട്ടിയാണ് ഇത് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നതെന്നാണ്. അപ്പൊ പിന്നെ പരിശോധിച്ച് വരുമ്പോഴാണ് അതിന്റെ വിശദാംശങ്ങൾ ഞാനിപ്പോൾ പറയുന്നത് നമ്മളെല്ലാവരും ഇന്നലെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. അപ്പൊ സ്വാഭാവികമായും ഞങ്ങൾ ആ കുട്ടിയോട് സംസാരിക്കുമ്പോൾ ആ കുട്ടി ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് ഞങ്ങളോട് ആവർത്തിച്ച് പറയുന്നത്. പോലീസിനും ആ കുട്ടി കൊടുത്തിരിക്കുന്ന മൊഴി അതാണ്. പക്ഷെ പൂർണ്ണമായി ഞങ്ങൾ ആ മൊഴിയെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ തയ്യാറുന്നത്. കാരണം ആ കുട്ടി ഉൾപ്പെടെയുള്ള ഹോസ്റ്റലിനകത്ത് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി SFIയുടെ ഉത്തരവാദിത്വം, നിങ്ങൾ പറഞ്ഞ അതേ വാക്ക് ഞാൻ ആവർത്തിക്കുകയാണ്, SFIയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സ്വാഭാവികമായി ഇത് അറിയേണ്ടതാണ്. ആ നിലയിൽ ആ കുട്ടി അറിയാതെ പോയതിനെ സംബന്ധിച്ച് വളരെ ഗൗരവം. അതാണ് ഇന്നലെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ഒരു ജാഗ്രത കുറവ് യൂണിയൻ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ആ വിദ്യാർത്ഥിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനം അതാണ്. അപ്പൊ ആ നിലയിൽ തന്നെ നിങ്ങൾ പരിശോധിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ ആമുഖമായി തന്നെ പറഞ്ഞത്, കൃത്യമായ നിർദ്ദേശം ഞങ്ങൾ മുഴുവൻ വിദ്യാർത്ഥികൾക്ക്, ഞങ്ങളുടെ മുഴുവൻ സഖാക്കൾക്കും കൊടുത്തിട്ടുണ്ട്. ഈ ലഹരിയുടെ സോഴ്സുകൾ അത് പലതരത്തിലാണ്. ആ സോഴ്സുകളെ സംബന്ധിച്ച് നല്ല ജാഗ്രതയോടുകൂടി കണ്ട് ആ സോഴ്സുകൾ കൃത്യമായ സോഴ്സുകളെ സംബന്ധിച്ച വിവരം എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ എത്തിക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കണമെന്ന് ഒന്നുകൂടി ആവർത്തിച്ച് ഈ കളമശ്ശേരി സംഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഞങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ഞാൻ ആമുഖമായി പറഞ്ഞതുകൊണ്ടാണ്. യെസ്, വളരെ നന്ദി ശ്രീ ശിവപ്രസാദ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. തീർച്ചയായും വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവർ ഇതിൽ പ്രതികളാക്കപ്പെടുന്നുവെങ്കിൽ അത് അങ്ങേയറ്റം ഗൗരവതരം തന്നെയാണ്. കാരണം ഒരുപക്ഷെ മറ്റു വിദ്യാർത്ഥികളെക്കാൾ സാമൂഹ്യ ബോധം കൂടുതൽ ഉണ്ടാകേണ്ടവർ ആണ് ഈ വിദ്യാർത്ഥികൾ. അത് യൂണിയൻ ഭാരവാഹികൾ ആയിട്ടുള്ളവർ എങ്കിൽ അവർ അത് തടയേണ്ട കുട്ടികൾ ആണ്. ഇത്തരം പ്രവൃത്തികൾ അറിഞ്ഞാൽ അതിൻ്റെ ഭാഗമാകാതിരിക്കാനുള്ള ശ്രമമുണ്ടാകണം. അത് തടയേണ്ടവർ കൂടിയാണ്. പക്ഷേ അവരാണ് ഇതിൻ്റെ ഭാഗമാകുന്നത് എന്നതാണ് ഗൗരവം വർദ്ധിക്കുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ കേവലം പ്രതികരണങ്ങൾ നടത്തി മാത്രം പോയാൽ പോരാ, കൃത്യമായ ആത്മാർത്ഥത പുലർത്തിക്കൊണ്ടുള്ള സമീപനം തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. നവമി, ഇതിലിപ്പോൾ 2 പേർ കൂടി പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പൂർവ്വ വിദ്യാർത്ഥികളാണ് പിടിയിലായിട്ടുള്ളത്. കേരളത്തിലൊട്ടാകെ ക്യാമ്പസുകൾ ഇത്തരത്തിൽ നിരീക്ഷണത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഡാൻസാഫിന്റെ നേതൃത്വത്തിലുമൊക്കെ വ്യാപകമായ പരിശോധനകളാണ് നടക്കുന്നത്. ദിവസങ്ങൾക്കകം കോടിക്കണക്കിന് രൂപയുടെ ലഹരി മരുന്ന് പിടിക്കപ്പെടുന്നു. അപ്പോൾ പിടിക്കപ്പെടാത്തത് എത്രത്തോളം അപ്പുറത്ത് എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏത് നിലയിലാണ് ഇപ്പോൾ മറ്റ് ക്യാമ്പസുകളൊക്കെ നിരീക്ഷണത്തിൽ തുടരുന്നത്? പോലീസ് എന്തായാലും ഒരു കർശന പരിശോധനയിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇത്തരത്തിൽ ലഹരി പിടികൂടുന്ന വാർത്തകൾ നിരന്തരം നൽകാറുണ്ട്. അതായത് പോലീസ് എല്ലായിടങ്ങളിലും പരിശോധന അത്രയധികം ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊച്ചി നഗരത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ലഹരിയൊക്കെ സുലഭമായി ലഭിക്കുന്ന പല ഇടങ്ങളുമുണ്ട്. ഇതൊക്കെ പോലീസിന് കൃത്യമായി അറിയാം. അവിടെയെല്ലാം ഒരു പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. പട്രോളിംഗ് അടക്കം കർശനമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഇടവിട്ട് രാത്രിയും പകലും ഒക്കെ പോലീസ് ഇങ്ങനെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം അസാധാരണ സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കണ്ടെത്തിയാൽ അവരെയൊക്കെ പരിശോധിക്കുക എന്നൊരു രീതിയിലേക്കും പോലീസ് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു ലഹരി അതിനെതിരെ പോലീസിന്റെ ശക്തമായിട്ടുള്ള ഇടപെടലുണ്ട്. സംസ്ഥാന സർക്കാർ അത് ആ ഒരു കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അത്തരത്തിലാണ്. ഈ ലഹരി വലിയ രീതിയിൽ നമ്മുടെ കുട്ടികളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം പല ദിവസങ്ങളായി നമ്മൾ ക്യാമ്പയിനിലൂടെ മാധ്യമങ്ങൾ ക്യാമ്പയിനിലടക്കം ഇത് ആവർത്തിച്ച് പറയുന്നതാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഇതിലൊരു പിടികൂടാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ പിടിയിലാകുന്നവരെല്ലാം ഇത് ലഹരി ഉപയോഗിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഇടനിലക്കാരായി നിൽക്കുന്നവരായിരിക്കും. അതിനപ്പുറത്തേക്ക് ഇതിന്റെ ഒരു സ്രോതസ് കണ്ടെത്തി അവിടെ തടയിട്ടാൽ മാത്രമേ കേരളത്തിലേക്കുള്ള ലഹരി ഒഴുക്ക് അത് തടയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പോലീസ് ഈ കോളേജുകളും സ്കൂളുകൾ കേന്ദ്രീകരിച്ചും വിദ്യാർത്ഥികളിലേക്ക് ഒരു ബോധവൽക്കരണം, അതിനപ്പുറത്തേക്ക് ഈ മാതാപിതാക്കളെയും ഒപ്പം ഈ അധ്യാപകരെ ഇവരെല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവരിലേക്ക് ഒരു കൃത്യമായ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ഒരു നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനിലേക്കാണ് പോലീസും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ലഹരി പിടികൂടുന്നതും. ഈ കേസിൽ നമ്മുടെ ഈ പോളിടെക്നിക്കൽ കോളേജിലെ തന്നെ പ്രിൻസിപ്പലിന്റെ കൃത്യമായ ഇടപെടൽ, അതുകൊണ്ടാണ് ഈ കുട്ടികളിലേക്ക് എത്തിയ ലഹരി അത് തടയാൻ പോലീസിന് കഴിഞ്ഞത്. അങ്ങനെ
മാതൃകാപരമായിട്ടുള്ള നീക്കം നടപടികൾ ഒക്കെ നമ്മുടെ മറ്റ് കോളേജുകളിലും അധ്യാപകരിലായിക്കോട്ടെ അല്ലെങ്കിൽ മാതാപിതാക്കളായിക്കോട്ടെ അവരൊക്കെ മുന്നോട്ട് വന്നാൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു നടപടികളും പരിശോധനയും തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത്തരം നടപടികളാണ് ഉണ്ടാകേണ്ടത്. ഈ കുട്ടികൾക്ക് ലഹരി എത്തിക്കുന്നത് പലപ്പോഴും മുതിർന്നവരാണ്. ഈ കോളേജിലെ കുട്ടികൾക്ക് എവിടെ നിന്നാണ് പണം ലഭിക്കുന്നത് എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. അതോടൊപ്പം തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പോഴിതാ